ഇന്ത്യക്കാർ, മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇതാ 2 മണിക്കൂർ നിർണായകം സംഭവിക്കാൻ എന്നതാണ് ഏറ്റവും ഒടുവിലായി വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ്. അത് തന്നെയാണ് സാഹചര്യം. എന്ത് സംഭവിക്കുന്നു ഓരോ നിമിഷത്തിലും. ഇപ്പൊ കണ്ടില്ലേ നിങ്ങള്, ഇതാണ് ഇന്നത്തെ മാധ്യമ പ്രവർത്തനം, മാധ്യമ ന്യൂസുകളുടെ അവസ്ഥ. നാട്ടിലെ പാവപ്പെട്ട പ്രവാസി കുടുംബങ്ങൾ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഓരോ ന്യൂസുകൾ ഇങ്ങനെ അടിച്ചിറക്കുകയാണ്. ഞങ്ങൾ സുരക്ഷിതരാണ്. മാധ്യമങ്ങൾ വർണ്ണിക്കുന്ന അത്രയും ഭീകരമല്ല ഇവിടുത്തെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെ പ്രവാസി കുടുംബങ്ങളോടാണ്. പ്രവാസി കുടുംബങ്ങൾ ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കണ്ട് പരിഭ്രാന്തപ്പെടാതിരിക്കുക. ഒരു പ്രശ്നവും ഇവിടെ ഇല്ല. ഞങ്ങളെല്ലാവരും വളരെ സുരക്ഷിതരാണ്. ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം പ്രവാസി ചങ്കുകളോടാണ്. നിങ്ങൾക്കറിയാം, ന്യൂസുകൾ നമ്മൾ പല വീഡിയോയും ശ്രദ്ധയിൽപ്പെട്ടു. ഇതുപോലുള്ള ന്യൂസുകൾ നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ന്യൂസുകൾ ഷെയർ ചെയ്യുന്നു. അപ്പം എനിക്ക് പറയാനുള്ളത്, വളരെ കർശനമാണ്, വളരെ കർശനമായ നടപടിയുണ്ടാവും. നമ്മുടെ അക്കൗണ്ടുകളൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ന്യൂസുകളോ അപ്ലോഡ് ചെയ്യാതിരിക്കുക, ഷെയർ ചെയ്യാതിരിക്കുക. എനിക്ക് പറയാനുള്ളത്, നമ്മളെ പാവപ്പെട്ട പ്രവാസികളായ ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകളോടാണ്. ഇവിടെ യാതൊരു പ്രശ്നവും നിലവിലില്ല. ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്, ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പരിശുദ്ധ റമളാൻ മാസമാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഈ പാവം പ്രവാസികളായ ഞങ്ങളെയും ഉൾപ്പെടുത്തുക. അല്ലാതെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രോബ്ലവും ഒരു പ്രശ്നവും ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ നിലവിലില്ല. എന്തായാലേ ന്യൂസുകൾ അടിച്ചിങ്ങനെ ഇറക്കുകയാണ്. പാവപ്പെട്ട പ്രവാസികളായ കുടുംബങ്ങൾ എത്ര വേദനിക്കുന്നുണ്ടാവും എന്ന ചിന്ത ഇവരൊന്നും ആലോചിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നാട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, എലക്ഷൻ കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് വായിക്കുമ്പോൾ ഒരു ആവേശം ഉണ്ടാവുമല്ലോ, അതുപോലുള്ള ആവേശമാണ്. വല്ലാത്ത ജാതി.